എന്തുണ്ട് ഇവിടെ കഴിക്കാൻ? എന്തുണ്ട്? എന്ത് വേണം? എന്താ ഉള്ളത്? എന്താ ചൂടാണെങ്കിൽ പൊറോട്ട ഉണ്ട്, പൊറോട്ട, ദോശ ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പൊ പൊറോട്ട മറ്റേ 2 സെറ്റിംഗ് എടുക്ക്. പൊറോട്ട മുട്ടക്കറി പിന്നെ ചായ 2 ചായ. ഇത്രേ ഉള്ള കാര്യം. അതെ, നമ്മളെ ഇച്ചിരി 50 ലക്ഷത്തിന്റെ തലയിൽ കയറും, മനസ്സിലായില്ലേ? സപ്ലയറാ. അവന്റെ വിചാരം കണ്ടു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലെ മുതലാളിയാണെന്ന്. റെഡിയാണേ, റെഡിയാണേ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ പിന്നെ വലിയ തിരക്കുള്ള സെറ്റപ്പിലൊന്നുമല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. മുതലാളി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ എന്റെ സത്യസന്ധമായിട്ട് ഞാനിവിടെ നടത്തുന്നു. ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്, ഞാൻ തന്നെയാണ് പാചകം. അപ്പൊ കേരളീയമായ രീതിയിൽ ഫുഡ് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇലയിൽ തന്നെ കൊടുക്കും. പൊറോട്ടയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ അരച്ചുണ്ടാക്കിയ സാധനമാണ് പൊറോട്ട. ധൈര്യമായിട്ട് കഴിക്കാം. എന്തോടെ ഈ കോഴിമുട്ട ഇത്ര ചെറുത്? ഈ കോഴിമുട്ട എന്താണ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്? ഇയാൾ കോഴിമുട്ട ഇതുവരെ കണ്ടിട്ടില്ലേ? സാറേ, ഈ ഇല ഇട്ടത് ഞാൻ, പൊറോട്ട ഇട്ടത് ഞാൻ, പക്ഷെ മുട്ട ഇട്ടത് ഏതോ കോഴിയാണ്. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? പറയുന്ന സാധനം ചെയ്തു തരണം കേട്ടോ. ബട്ടൺസ് കറിയിടാത്ത ബട്ടൺസ് കിടക്കുന്നു. അയ്യോ, ഇന്നലെ എന്റെ ഷർട്ടിന് പോയ ബട്ടൺസ് ആണ്. ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം. അതിനകത്ത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന പേനമെല്ലാം കാണും. നോക്കിയാണ് ചെവിയിൽ വെച്ചിരുന്ന് കാണാനില്ല. ബട്ടൺസ് ഒക്കെ തൊണ്ടയെ കുറിക്ക് ആള് ചത്തുവത്തില്ല. നല്ല ഭക്ഷണം തരണ്ടോ സാറേ? ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. സാർ ഇരിക്കണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകണം. ആയിക്കോട്ടെ. ഈ ചായയുടെ എന്തോടെ കിടക്കുന്നത്? മോളു, ഈച്ച. എടോ, ചായയുടെ ഈച്ച കിടക്കുന്നു. എന്താണോ ഇതിന്റെ അർത്ഥം? അല്ലെ സാറേ, ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ജോലിസനൊന്നുമില്ല. ഈച്ച കിടക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ അഡ്ജസ്റ്റ് കഴിക്കണം സാറേ. നീ കൂടുതൽ വർത്തമാനം പറയണ്ട. ഇതുപോലത്തെ ഹോട്ടലുകൾ അടച്ചു പൂട്ടിക്കണം. നിന്റെ മുതലാളി എനിക്കറിയാം, ഞാൻ അവനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. ജോലി ഞാൻ കളയിക്കും. സാർ അങ്ങനെ പറയണ്ട. നിന്റെ ഒന്നും വേണ്ട, എടുത്തു വെക്കണം. നിന്റെ പൊറോട്ടയും പാപ്പവും പീപ്പവും ഒന്നും വേണ്ട. നീ വന്നേ. നമ്മള് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിട്ട് പോയി.